Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wa bihi nasta'in. Wassalatu wassalamu ala ashrafil anbiya'i wal mursalin. Nabiyyina Muhammadin khatimin nabiyyin. Wa ala alihi wa ashabihi ghurril mayamin. Wa ala azwajihi ummahatil mu'minin wa ala tabi'in wa man tabi'ahum bi ihsanin ila yaumiddin. Wa ba'd. സഹോദരന്മാരെ, മേലായ റബ്ബിൻ്റെ വിധികൾ വിലക്കുകൾ ജീവിതത്തിൽ യഥാവിധം സൂക്ഷിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകതകളും സ്വഭാവങ്ങളും വിശേഷണങ്ങളും വിളിച്ചറിയിക്കുന്ന അവൻ്റെ നാമങ്ങളാണ് നമ്മുടെ ഈ വേദിയിലെ വിഷയങ്ങൾ. നമ്മൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസ്മരിച്ച ഒരു മഹനീയ പ്രാർത്ഥന, അത് അല്ലാഹുവിൻ്റെ ഒരു നാമത്തെ വിശേഷണത്തെ വിളിച്ചറിയിക്കുന്നതിനാൽ ആ പ്രാർത്ഥന അതറിയിക്കുന്ന ചരിത്രത്തോടൊപ്പം അല്ലെങ്കിൽ ചരിത്രങ്ങളോടൊപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. പ്രാർത്ഥന സൂറത്തുൽ മുഅ്മിനൂനിൽ അതിലെ 29-ാമത്തെ ആയത്ത്, വഖുർ റബ്ബി അൻസിൽനി മുൻസലൻ മുബാറക വ അൻത ഖൈറുൽ മുൻസിലീൻ എന്നുള്ളതാണ്. ആ ദുആഇൻ്റെ അർത്ഥം, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥിക്കുവാൻ കൽപ്പിക്കുകയാണ്, റബ്ബി അൻസിൽനി മുൻസലൻ മുബാറക, അല്ലാഹുവേ ബർക്കത്താക്കപ്പെട്ട ഒരു സ്ഥാനത്ത്, ഒരു താവളത്തിൽ, ഒരു സ്ഥലത്ത് നീ എന്നെ ഇറക്കണമേ. വ അൻത ഖൈറുൽ മുൻസിലീൻ, ഒരു താവളത്തിൽ, ഒരു സ്ഥാനത്ത് ഇറക്കുന്നവരിൽ ഏറ്റവും ഉത്തമൻ നീയാണല്ലോ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരാളെ എവിടെ അവരോധിച്ചുവോ ഇറക്കിയോ അയാൾ ഭാഗ്യവാനാണ്. ആ ഇറക്കപ്പെട്ടയിടത്ത് പ്രതിബന്ധങ്ങളോ പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ ഇല്ലാതെ അവിടം വാഴാൻ, അവിടം കഴിയാൻ ആ വ്യക്തിക്ക് അവസരമുണ്ടാകും എന്നുള്ളതാണ്. ഇവിടെ ഈ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥിക്കുവാൻ കൽപ്പിച്ചത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയോടാണ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയെ രാപ്പകൽ ഭേദമന്യേ സത്യത്തിലേക്ക് ക്ഷണിച്ചു. അക്ഷീണ അവിശ്രമ പരിശ്രമം നടത്തി അദ്ദേഹം ജനങ്ങളെ പ്രബോധനം നടത്തി. പക്ഷെ ജനത അദ്ദേഹത്തെ കൂട്ടാക്കിയില്ല എന്ന് മാത്രമല്ല, അവരുടെ പ്രതികരണം തീർത്തും പരിഹാസ്യപൂർണമായിരുന്നു.
ഭീഷണി നിറഞ്ഞതായിരുന്നു. അവരവരുടെ വസ്ത്രങ്ങൾ കൊണ്ട് മുഖം മൂടി അവർ നൂഹിൽ നിന്ന് പുറംതിരിഞ്ഞു. അദ്ദേഹത്തെ കേൾക്കണ്ടെന്ന് ശഠിച്ചു. വിരലുകളെല്ലാം കാതിൽ തിരുകി കേൾക്കാനില്ലെന്ന് നടിച്ചു. അങ്ങനെ അദ്ദേഹത്തെ തീർത്തും അവർ വിഗണിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അനുയായികളിൽ, പ്രബോധിതരിൽ സന്മാർഗം നിഷേധിക്കപ്പെട്ട ഒരു വിഭാഗമാണവർ എന്നുള്ള വിളിയാളമുണ്ടായപ്പോൾ ശിക്ഷാർഹരായ ആ വിഭാഗം ശിക്ഷ തങ്ങൾക്ക് ചോദിച്ചു വാങ്ങിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിച്ചത് പ്രളയത്തിലൂടെയാണ്, തൂഫാനിലൂടെ. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത മാത്രമായിരുന്നു അന്ന് ഭൂമിക്കുപരിയിൽ ഒരു സമുദായമായി ഉണ്ടായിരുന്നത്. അതിൽ വിശ്വാസികൾ തുലോം കുറവ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അദ്ദേഹത്തിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് വിശ്വസിച്ചത്, ബാക്കിയുള്ളവരെല്ലാം ബഹുഭൂരിപക്ഷം അവിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയി നൽകി കപ്പൽ നിർമ്മിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല കപ്പൽ നിർമ്മിക്കുവാനുള്ള വഹയി നൽകിയപ്പോൾ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം കപ്പൽ നിർമ്മിച്ചു. അതിൽ അദ്ദേഹം പരിഹസിക്കപ്പെട്ടു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിയോട് പറഞ്ഞു, നൂഹേ, നീയും നിങ്ങളോടൊപ്പമുള്ളവരും കപ്പലിൽ പ്രവേശിച്ചാൽ, കപ്പലിൽ കയറിയാൽ, അൽഹംദുലില്ലാഹില്ലദീ നജ്ജാനാ മിനൽ ഖൗമി ദ്ദാലിമീൻ, അക്രമികളിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തിയ അള്ളാഹുവിനാകുന്നു സ്തുതികൾ അടങ്കലും എന്ന് പ്രഖ്യാപിക്കാൻ പറഞ്ഞു. എന്നിട്ട് കപ്പലിൽ കയറിയ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനയാണ്, റബ്ബി അൻസിൽനി മുൻസലൻ മുബാറക വ അൻത ഖൈറുൽ മുൻസിലീൻ. അനുഗ്രഹീതമായൊരു താവളത്തിൽ റബ്ബെ നീ എന്നെ ഇറക്കണമേ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. ഇറക്കുന്നവരിൽ ഏറ്റവും ഉത്തമൻ നീയാണല്ലോ എന്ന് പറഞ്ഞാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിളിയാളം വാനത്തിനുപരിയിൽ കേട്ടു. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? നമുക്കറിയാം, അടുപ്പിൽ നിന്ന് പോലും വെള്ളം നിർഗളിച്ചാണ് ഒരു പ്രളയം. ഭൂമി നന്നായി വെള്ളം നിർഗളിപ്പിച്ചു. വാനത്ത് നിന്ന് മഴ നന്നായി പെയ്തിറങ്ങി. അങ്ങനെയാണ് തൂഫാൻ സംജാതായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയോട് പറഞ്ഞു, യാ അർളു ബിലഇ മാഅകി, ഭൂമിനോട് വെള്ളം വിഴുങ്ങാൻ പറഞ്ഞു. വയാ സമാഉ അഖ്ലിഇ, വാനത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു മഴ നിർത്തു. അങ്ങനെ വഗീദൽ മാ, പ്രളയം അത് നിലച്ചു, വെള്ളം വറ്റി. വഖുദിയൽ അംർ, കാര്യം തീരുമാനിക്കപ്പെട്ടു. കാര്യം എന്താ തീരുമാനിക്കപ്പെടുക? അക്രമികൾ ശിക്ഷിക്കപ്പെടും തൂഫാനിലൂടെ എന്നുള്ളതാണ് വിഷയം. അത് നടന്നു. വസ്തവത് അലൽ ജൂദി, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ കപ്പലിലാണ്. ആ കപ്പൽ ജൂദിയിൽ ഉറച്ചു. വഖീല ബുഅദൻ ലിൽ ഖൗമി ദ്ദാലിമീൻ, അക്രമികൾക്ക് നാശം എന്ന് പറയപ്പെടുകയും ചെയ്തു എന്നാണ്. ഇവിടെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയും അതിൻ്റെ ഫലങ്ങളുമാണ് നമ്മളിവിടെ ആദ്യം മനസ്സിലാക്കുന്നത്. കപ്പലിൽ കയറിയ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനെ സ്തുതിച്ചു. അത് അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച്. കാരണം അക്രമികളെ അള്ളാഹു നശിപ്പിക്കുകയാണ്, വിശ്വാസികളെ അള്ളാഹു രക്ഷപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന് സ്തുതികൾ അടങ്കലും. പിന്നെ ദുആ ഇരക്കുന്നത് അള്ളാഹു പറഞ്ഞതനുസരിച്ച് റബ്ബി അൻസിൽനി മുൻസലം മുബാറക്കൻ എന്നാണ്. അനുഗ്രഹീത സ്ഥാനത്ത് താവളത്തിറക്കണമേ എന്നാണ്.
അള്ളാഹു സുബ്ഹാനഹു വ തആല നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയും വിശ്വാസികളും സഞ്ചരിച്ച കപ്പലിനെ ജൂദി എന്ന് പറയുന്ന പർവ്വതത്തിലാണ് ഉറപ്പിച്ചത്. ജൂദി എവിടെ? തുർക്കിയിലാണെന്ന് ചില പണ്ഡിതന്മാർ, ഇറാഖിലാണെന്ന് ചില പണ്ഡിതന്മാർ, അർമീനിയയിലാണെന്ന് ചില പണ്ഡിതന്മാർ. ഏതായാലും പലരും ഇറാഖിലാണ്. ഇറാഖിൽ ഇബ്നു ഉമർ എന്ന പേരിലൊരു ജസീറുണ്ട്, ദ്വീപ്. ആ ദ്വീപിലേക്ക് ഉന്തി നിൽക്കുന്ന അറാത്ത് എന്ന് പറയുന്ന ഒരു പർവ്വത നിരയുണ്ട്. അതിലാണ് ജൂദി പർവ്വതം നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കപ്പൽ നങ്കൂരമിട്ട പർവ്വതം എന്ന് പല മുഫസ്സിരീങ്ങളും ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയത് കാണുവാൻ സാധിക്കും. ചില പണ്ഡിതന്മാർ അറാഖിബൽ അസ്ഫഹാനിയെ പോലുള്ള പണ്ഡിതന്മാർ ഈ ജൂദി എന്ന പേര് തന്നെ പർവ്വതത്തിന് ജൂദിൽ നിന്നാണ് എന്നാണ്. ജൂദ് എന്ന് പറഞ്ഞാൽ എന്താ? അറബി ഭാഷയിൽ ജൂദ് എന്ന് പറഞ്ഞാൽ ഔദാര്യം എന്നർത്ഥം. ഔദാര്യം, ദാനം. അപ്പം ആ ജൂദ് എന്ന അറബി പദത്തിൽ നിന്നാണ് ജൂദി എന്ന് പറയുന്ന പർവ്വതത്തിന് പേര് വന്നത്. അപ്പോൾ ആ പർവ്വതം നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമക്കും അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള വിശ്വാസികൾക്കും കപ്പലിൽ നിന്നിറങ്ങിയാൽ ഫലവത്തായ അനുഗ്രഹീതമായ ഒരു ഇടമാണ്. അതാണ് അവിടെ ആ പേര് അറിയിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള പർവ്വതത്തിൽ അവർക്ക് ഇറങ്ങാനായി എന്നുള്ളതാണ്. അവരുടെ ശിഷ്ടകാലം അനുഗ്രഹീതമായി അവർക്ക് ജീവിക്കാനുമായി എന്നുള്ളതാണ്. അവിടെ ആ ഒരു പ്രാർത്ഥനയുടെ ഫലമാണ് റബ്ബി അൻസിൽനി മുൻസലൻ മുബാറക്കൻ, ബർക്കത്താക്കപ്പെട്ട ഒരു താവളത്തിൽ എന്നെ ഇറക്കേണമേ എന്നുള്ളതാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ. വ അൻത ഖൈറുൽ മുൻസിലീൻ, ഖൈറുൽ മുൻസിലീൻ എന്നുള്ളത് അള്ളാഹുവിൻ്റെ പേരാണെന്ന് ഇബ്നുൽ അറബിയെ പോലുള്ളതായ പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഖൈറുൽ മുൻസിലീൻ എന്ന് പറഞ്ഞാൽ ഇറക്കുന്നവരിൽ ഉത്തമൻ എന്നാണ്. ചില പണ്ഡിതന്മാർ അത് അള്ളാഹുവിൻ്റെ വിശേഷണമാണ്, അങ്ങനെ ഒരു പേരില്ല അള്ളാഹുവിന് എന്ന് പറഞ്ഞിട്ടുണ്ട്. പേര് ഉണ്ട് ഇല്ല എന്നാൽ ആ ഒരു ചർച്ച അവിടെ നമ്മൾ വകവെക്കുന്നതോടൊപ്പം അള്ളാഹ്ക്ക് അങ്ങനെ ഒരു വിശേഷണം ഉണ്ട് എന്നുള്ളതിൽ തർക്കമല്ല. ഒരിടത്തൊരു ആളെ അല്ലെങ്കിൽ ഒരാൾക്കൂട്ടത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കുന്നുവെങ്കിൽ മാന്യമായ നിലക്ക് അവർക്ക് ഒരു താവളം നൽകൽ അത് അള്ളാഹുവിൻ്റെ പ്രത്യേകതയാണ്. അള്ളാഹുവിനെ വിളിക്കുകയും അള്ളാഹുവിനോട് ഇരക്കുകയും ചെയ്യുന്നുവെങ്കിൽ, ഇവിടെ നോക്കി നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് തേടി റബ്ബി അൻസിൽനി മുൻസലൻ മുബാറക്കൻ, അനുഗ്രഹീതമായ താവളത്തിൽ റബ്ബെ നീ എന്നെ ഇറക്കണമേ. എന്താ സംഭവിച്ചത്? അള്ളാഹു സുബ്ഹാനഹു വ തആല നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ വിളി കേട്ട് അള്ളാഹു പറഞ്ഞത് യാ നൂഹ് ഇഹ്ബിത് ബിസലാമിൻ മിന്നാ വബറകാത്തിൻ അലൈക വഅലാ ഉമമിൻ മിമ്മൻ മഅക് എന്നാണ്. യാ നൂഹ്, നൂഹേ ഇഹ്ബിത് ഇറങ്ങിക്കോളൂ, ബിസലാമിൻ മിന്ന നമ്മളിൽ നിന്നുള്ള സമാധാനമേറ്റി, വബറകാത്തിൻ ബർക്കത്തുകളും ഏറ്റി, അലൈക്ക് നിങ്ങൾക്കും, വഅലാ ഉമമിൻ മിമ്മൻ മഅക് നിങ്ങളുടെ കൂടെയുള്ള മറ്റു വിഭാഗങ്ങളുണ്ട് അവർക്കും. അപ്പോൾ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹുവിൽ നിന്നുള്ള ബറക്കാത്ത്, അതേപോലെ സലാം, സമാധാനവും ബർക്കത്തുകളും നന്മകളും ഖൈറുകളും നൂഹിന് മാത്രമല്ല പിന്നെയോ വഅലാ ഉമമിൻ മിമ്മൻ മഅക് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയോടൊപ്പം കപ്പലിൽ പല വിഭാഗങ്ങളുണ്ട്. വിശ്വാസികളുണ്ട്, വിശ്വാസികളല്ലാത്ത ഇതര പടപ്പുകളുണ്ട്. എല്ലാവർക്കും ബറക്കാത്ത്, എല്ലാവർക്കും സമാധാനം, അതേറ്റി ഇറങ്ങിക്കോളൂ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പോൾ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയും വിശ്വാസികളും ഇതര വിഭാഗങ്ങളും കപ്പലിൽ നിന്നിറങ്ങിയപ്പോൾ അള്ളാഹുവിൽ നിന്നുള്ളതായ ബർക്കത്തുകളെ ഏറ്റി ഇറങ്ങി എന്നുള്ളത് നമ്മൾ വായിക്കുകയാണ്. അത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ഒരു പ്രാർത്ഥനൻ്റെ ഉത്തരം കൂടിയാണ്. ഏത് പ്രാർത്ഥനൻ്റെ? മുൻസലൻ മുബാറക്കൻ, അനുഗ്രഹീതമായ താവളത്തിൽ ഇറക്കണമേ എന്നുള്ള പ്രാർത്ഥനയുടെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയം, ബർക്കത്ത്
ആർക്കാ? ബർക്കത്ത് അത് മേലായവനാണ്. തബാറകല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്, വാനങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം ആർക്കാണോ അവൻ തബാറക് ബർക്കത്ത് ഉടയവനായിരിക്കുന്നു എന്നാണ്, അനുഗ്രഹപൂർണനാകുന്നു എന്നാണ്. ആ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ചേർക്കുന്ന, അള്ളാഹു ബർക്കത്ത് നിശ്ചയിച്ച എല്ലാത്തിലും ബർക്കത്തുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹിൻ്റെ പേര് ഇവിടെ പഠിക്കണില്ലേ, അള്ളാഹുവിൻ്റെ പേരിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തബാറകസ്മു റബ്ബിക് ദിൽ ജലാലി വൽ ഇക്റാം എന്നാണ്. തബാറകസ്മു റബ്ബിക്, നിന്റെ റബ്ബിൻ്റെ ഇസ്മ് അത് അനുഗ്രഹപൂർണമായിരിക്കുന്നു. അപ്പം മേലായ റബ്ബ് അവൻ്റെ ദാത്ത് ബർക്കത്തുടേതായ ദാത്താണ്, സത്തയാണ്. അള്ളാഹുവിലേക്ക് ചേർക്കപ്പെടുന്ന അള്ളാഹുവിൻ്റെ പേര്, അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നത് തബാറകസ്മു റബ്ബിക്, നിന്റെ റബ്ബിൻ്റെ നാമം ബർക്കത്തുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആർക്ക് ബർക്കത്ത് കൊടുക്കത്തോ അവർക്ക് ബർക്കത്തുണ്ട്. അതുകൊണ്ടാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആയിൽ നമ്മൾ വായിക്കുന്നത് വജഅലനി മുബാറകൻ ഐനമാ കുന്ത്, വജഅലനി, അള്ളാഹു എന്നെ ആക്കിയിരിക്കുന്നു, മുബാറകൻ ബർക്കത്തുള്ളവൻ, ഐനമാ കുന്ത്, ഞാൻ എവിടെയാണെങ്കിലും. അപ്പോൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ബർക്കത്ത് ഓടുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞതാ. അപ്പോൾ അള്ളാഹുവിനാണ് ബർക്കത്ത്, അള്ളാഹുവിൽ നിന്നാണ് ബർക്കത്ത്, അള്ളാഹു ബർക്കത്ത് നൽകിയവർക്കാണ് ബർക്കത്ത്. അതുകൊണ്ടാണ് നബിമാർ അള്ളാഹിനോട് ബർക്കത്തിനെ തേടിയത്, അള്ളാഹുവിൽ നിന്ന് ബർക്കത്തിനെ കാക്ഷിച്ചത്. ഇവിടെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം താൻ ഇറങ്ങുന്നിടം ബർക്കത്തുള്ളതാക്കാൻ അള്ളാഹിനോട് ദുആ ചെയ്യുകയാണ്. അപ്പോൾ നമ്മളും ബർക്കത്ത് ആരിൽ നിന്നാണ് കാക്ഷിക്കേണ്ടത്? ബർക്കത്ത് ആരോടാ തേടേണ്ടത്? ബർക്കത്ത് ആരിൽ നിന്നാണ് നേടേണ്ടത്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്താക്കിയ ഒരു കുടുംബത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹാദൽ ബൈത്തുൽ മുബാറകുൽ മുതഹർ അഷ്റഫു ബുയൂത്തിൽ ആലം അലൽ ഇത്ലാഖ് എന്നാണ്. ഈ പരിശുദ്ധമായ വീട് ഈ ദുനിയാവിൽ നിരുപാധികം ഏറ്റവും ശ്രേഷ്ഠമായ വീടാണ് എന്നാണ് പറഞ്ഞത്. ഏത് വീടിനെ കുറിച്ചായിരിക്കും ഇബ്നുൽ ഖയ്യിം അങ്ങനെ പറഞ്ഞത്? അത് റഹ്മത്തുള്ളാഹി അലൈക്കും, റഹ്മത്തുള്ളാഹി വ ബറകാതുഹു അലൈക്കും അഹ്ലൽ ബൈത്ത് ഇന്നഹു ഹമീദും മജീദ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ പരിചയപ്പെടുത്തിയ വീടാണ്. റഹ്മത്തുള്ളാഹി വ ബറകാതുഹു അലൈക്കും അഹ്ലൽ ബൈത്ത്, വീട്ടുകാരെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കരുണ ഭവിക്കട്ടെ, അല്ലെങ്കിൽ കരുണയുണ്ടാകും. വ ബറകാതുഹു, അള്ളാഹുവിൻ്റെ ബർക്കത്തുകളും ഉണ്ടാകും എന്ന് മലക്കുകൾ വന്ന് പറഞ്ഞൊരു വീടുണ്ട്. മലക്കുകൾ വന്ന് സുവിശേഷം പറഞ്ഞൊരു വീടുണ്ട്. ആ വീടാണ് ഈ ഉലകത്തിൽ ഏറ്റവും ബർക്കത്തരുളപ്പെട്ട ഷറഫാക്കപ്പെട്ട വീട് എന്നാണ് ഇബ്നുൽ ഖയ്യിം പറയുന്നത്. ആരോടാണ് മലക്കുകൾ മാനമിറങ്ങി വന്നിട്ട് റഹ്മത്തുള്ളാഹി വ ബറകാതുഹു അലൈക്കും, അള്ളാഹിൻ്റെ റഹ്മത്തും അള്ളാഹുവിൽ നിന്നുള്ള ബറക്കത്തും നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന്, അല്ലെങ്കിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞത്? അത് പ്രാർത്ഥനയായാലും പ്രസ്താവനയായാലും അതാരോടാ? അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടും കുടുംബം ആരാ? സാറ അലൈഹിസ്സലാമയോടുമാണ്. സാറയും ഇബ്രാഹിം ദമ്പതികൾ, അന്ന് അവർക്ക് മക്കളില്ല, അവരോടാണ് പറഞ്ഞത്. നബിമാരായ നബിമാർ മുഴുവൻ ഈ പ്രാർത്ഥനയ്ക്ക് ഇപ്പുറം ആരുടെ കുടുംബത്തിൽ നിന്നാണ് വന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കുടുംബത്തിൽ നിന്നാണ് വന്നത്. ഇവിടെ ദഅവത്ത് നിലനിന്നിട്ടുണ്ട് എങ്കിൽ, വിജ്ഞാനങ്ങൾ നിലനിന്നിട്ടുണ്ട് എങ്കിൽ, പ്രവാചകന്മാരുടെ പൈതൃകം അത് ദീനായി, ദീനീ വിജ്ഞാനങ്ങളായി നിലനിന്നിട്ടുണ്ട് എങ്കിൽ അതൊക്കെ ഒരു കുടുംബത്തിലേക്കാണ് ചെന്ന് സന്ധിക്കുന്നത്. അതാരുടെ കുടുംബം? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കുടുംബമാണ്. ചില അള്ളാഹുവിൽ നിന്നുള്ള ബർക്കത്ത് അതരുളപ്പെട്ടാൽ എത്രമേൽ ധന്യമാകും കുടുംബങ്ങൾ, വീടുകൾ,
വ്യക്തികൾ എന്നുള്ളത് വായിക്കാൻ കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനത്തെ ചരിത്രം അനുസ്മരിക്കുന്നത്. ചരിത്രം നമ്മൾ പറയുമ്പോൾ കേവലം ചരിത്രം കേൾക്കുക, കുറേ വിവരങ്ങൾ നമ്മൾ ആർജിക്കുക എന്നുള്ളതല്ല. അത് അനുഗ്രഹീതാണ് ബിലാശക്ക്. പക്ഷെ അതോടൊപ്പം നമ്മൾ നമ്മളെക്കുറിച്ച് ആലോചിക്കാൻ അതൊരു ചിന്താവിഷയമാകേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, ബർക്കത്തുകൾ, അതിൽ നമുക്ക് അരുളപ്പെടാൻ നമ്മൾ എന്ത്. ഇവിടെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് ബർക്കത്തുള്ള സ്ഥലത്ത് ഇറക്കണേന്ന് ദുആ ചെയ്യാണ്. പറയുമ്പോൾ നൂഹ് ആരാ? നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം നൂഹ് ഇബ്നു ലാമക്കാണ്. നൂഹ് ഇബ്നു ലാമക്ക് എന്ന് പറഞ്ഞെങ്കിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകൻ ഷീസ് എന്ന വ്യക്തിയിലേക്കാണ് ആ തറവാട് ചെന്ന് ചേരുന്നത്. നൂഹിൻ്റെ പിതൃപരമ്പര ചെന്ന് ചേരുന്നത് ഷീസിലേക്കാണ്. ഷീസ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകനാണ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇന്നഹു കാന അബ്ദൻ ഷക്കൂറ, അള്ളാഹുവിന് നന്ദിയേറെ കാണിക്കുന്ന വിശിഷ്ടദാസനാണ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അവ്വലു റസൂലില്ല, അള്ളാഹിൻ്റെ റസൂലുമാരിൽ ആദ്യത്തെ കണ്ണിയാണ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു സുബ്ഹാനഹു വ തആല തൂഫാനിന് ശേഷം അദ്ദേഹത്തിൻ്റെ ദുർരിയത്തിനെയാണ് ഇവിടെ നിലനിർത്തിയത്, സന്താന പരമ്പരകളെയാണ് ഇവിടെ നിലനിർത്തിയത്. എത്ര പ്രത്യേകതകൾ, സവിശേഷതകളുള്ള പ്രവാചകനാണ് നൂഹ്. ആ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു ദുആ ചെയ്യാൻ പറഞ്ഞതാണ്. എന്ത്? റബ്ബി അൻസിൽനി മുൻസലൻ മുബാറക്കൻ, ഒരു അനുഗ്രഹീത താവളത്തിൽ നീ അള്ളാഹു എന്നെ ഇറക്കണേ. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ബർക്കത്തിന് തേടിയിട്ടുണ്ട് എങ്കിൽ, അള്ളാഹുവിൻ്റെ ബർക്കത്ത് കാക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ, അള്ളാഹുവിൽ നിന്നാണ് ബർക്കത്ത് എന്നത് മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ നമ്മൾ എത്രമേൽ അത് മനസ്സിലാക്കണം, നമ്മളത് എത്രമേൽ കാക്ഷിക്കണം, എത്രമേൽ അത് നമ്മൾ തേടണം. പക്ഷേ മുസ്ലിമീങ്ങളിൽ പലരും ബർക്കത്ത് എടുക്കുന്നതും ബർക്കത്ത് തേടുന്നതും ബർക്കത്ത് കാണുന്നതും പലപ്പോഴും എന്താണ്, പല പടപ്പുകളിലുമാണ് എന്നുള്ളതാണ് സങ്കടം. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിലേക്ക് വന്നാൽ, ഇപ്പം നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം വായിക്കുന്ന സീറ ഗ്രന്ഥങ്ങളിൽ ഈ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചത് വായിക്കുന്നുണ്ട്. എപ്പോൾ? മദീന ഹിജ്റയുടെ ഒടുവിൽ. മദീന ഹിജ്റയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഒട്ടകപ്പുറത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോടൊപ്പം ഗൈഡായി അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖിത്ത് ഉണ്ട്, അദ്ദേഹത്തോടൊപ്പം മദീനയിലേക്ക് പോകാൻ. മദീനയിലെത്താൻ നേരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥന ഇതാണ്: റബ്ബി അൻസിൽനി മുൻസലൻ മുബാറക്കൻ വ അൻത ഖൈറുൽ മുൻസിലീൻ. ചരിത്രകൃതികളിൽ വായിക്കുന്നതാണ്. അനുഗ്രഹീതമായ ഒരിടം അള്ളാഹുവിനോട് തേടുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ സംഭവിച്ചത്? എങ്ങനെ നബി ചരിത്രം നമ്മൾ വായിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വിളി, അതിന് ഉത്തരമേകിയത് എങ്ങനെയാണ്? മിണ്ടാപ്രാണിക്ക് അള്ളാഹു ബോധനം നൽകി. മിണ്ടാപ്രാണിക്ക് എന്താ ബോധനം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഞ്ചരിക്കുന്ന ഒട്ടകം, അതിനെ അള്ളാഹുവാണ് നയിക്കുന്നത് ഈ അനുഗ്രഹീത സ്ഥാനത്തേക്ക്. അതുകൊണ്ട് തന്നെ മദീനയിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കുവാൻ ഔസ് ഖസ്റജ് ഗോത്രം, ചരിത്രത്തിൽ കാണാം ഫറസൈ റിഹാൻ എന്നാണ്, മത്സരിച്ചോടുന്ന കുതിരകളെ പോലെ അവർ മത്സരിക്കുകയാണ് റസൂലുള്ളാഹിനെ തങ്ങളുടെ വീട്ടിലേക്ക് സ്വീകരിക്കാൻ. ഔസുകൾ തങ്ങളുടെ കുടുംബത്തിലേക്ക്, ഖസ്റജികൾ തങ്ങളുടെ കുടുംബത്തിലേക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അഭയം നൽകാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സേവകരാകാൻ. ഒട്ടകത്തെ അവർ പിടിച്ചു വലിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ദഊഹ ഫഇന്നഹ മഅ്മുറ, ഒട്ടകത്തിനെ നിങ്ങൾ വിടൂ, അത് ഒരാജ്ഞയ്ക്ക് വിധേയമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആര്? ഒട്ടകം. ആരുടെ ആജ്ഞക്ക്? മേലായവൻ്റെ ആജ്ഞയ്ക്ക് വിധേയമായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒട്ടകത്തെ പിടിച്ചു വലിക്കണ്ട, അത് പോകട്ടെ എന്ന് പറയാണ്. അങ്ങനെ ഒട്ടകം ചെന്നു. അത് മുട്ടുകുത്തിയത് എവിടെയാണ്? അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വീട്ടുംവരത്താണ്. അബൂ അയ്യൂബുൽ അൻസാരി ആകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റഹിൽ, യാത്രാ സാമഗ്രികൾ ആ ഒട്ടകപ്പുറത്തുണ്ടായിരുന്നത് വേഗം എടുത്തിട്ട് തൻ്റെ പെരയിൽ കൊണ്ടുവച്ച്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിസരം വീക്ഷിച്ച് എല്ലാവർക്കും റസൂലുള്ളാഹിയെ വേണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എൻ്റെ യാത്രാ സാമഗ്രികൾ ഇവിടെ. ഒരാൾ യാത്ര വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് യാത്രയിൽക്കപ്പുറം ഉപയോഗിക്കേണ്ട വസ്തുക്കളൊക്കെ ഇവിടെ. അപ്പോൾ അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു പറയാണ്, അത് ഞാൻ വീട്ടിൽ വെച്ചിരിക്കുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അൽ മർഉ മാ റഹ്ലിഹി, ഒരു വ്യക്തിക്ക് അയാളുടെ യാത്രാ സാമഗ്രികൾ അത് കൂടെ വേണ്ടേ. അപ്പോൾ എല്ലാവർക്കും പിന്നെ ഒരു പ്രശ്നമല്ല. അബൂ അയ്യൂബ് അൽ അൻസാരിയുടെ വീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിക്കാൻ തിരഞ്ഞെടുക്കുകയാണ്. അവിടെ ഞാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വീടൊരുക്കിയത് എന്നൊരാൾക്കൊരു അവകാശം പറയാൻ പോലും അവസരമില്ലാത്ത വിധമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒട്ടകത്തെ കൊണ്ടുപോയിട്ട് അബൂ അയ്യൂബ് റളിയല്ലാഹുവിൻ്റെ വീട്ടിന് മുമ്പിൽ മുട്ടുകുത്തിച്ചത്. അതെന്തുകൊണ്ട്? അബൂ അയ്യൂബുൽ അൻസാരിയുടെ വീടായിരുന്നില്ല അത്. അബൂ അയ്യൂബുൽ അൻസാരിക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട വീടായിരുന്നു അത്. അബൂ അയ്യൂബുൽ അൻസാരിക്ക് ആരിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു? അദ്ദേഹത്തിൻ്റെ പിതാമഹന്മാരിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു. ആ പിതാമഹന്മാർ നിർമ്മിച്ചതുമായിരുന്നില്ല ആ വീട്. പിന്നെയോ അത് ചരിത്രത്തിൽ തുബ്ബഴ് എന്ന് പറയുന്ന രാജാവ് നിർമ്മിച്ച വീടാണ്. തുബ്ബഴ രാജാവ് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നതനുസരിച്ച് 150 കുതിരപ്പടയാളികളും 100-300ഓളം കാലാൽ പടയുമായിട്ട് മദീനയിൽ വന്ന ഒരു ചരിത്രം വായിക്കും. ആ ചരിത്രത്തിൽ തുബ്ബഴ രാജാവ് മദീനക്കാരുമായിട്ടൊരു യുദ്ധത്തിൽ കലാശിക്കുകയും യുദ്ധത്തിൽ മദീനക്കാരെ പരാജയപ്പെടുത്താൻ കഴിയാതെ, അന്ന് മദീന എന്നല്ല പേര് യസ്രിബ് എന്നാണ്, ആ യസ്രിബുകാരെ പരാജയപ്പെടുത്താൻ കഴിയാതെ ദിനരാത്രങ്ങൾ അവർ തമ്മിലുള്ള യുദ്ധം പകലിൽ നീളുകയും രാവിലെ അവർ വിശ്രമിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം. ഏതായാലും തുബ്ബ രാജാവ് മദീനക്കാരെ അക്രമം തുടർത്തിയ സന്ദർഭത്തിൽ മദീനയിൽ അന്ന് ജൂത പുരോഹിതന്മാരുണ്ട്. തുബ്ബ രാജാവ് തന്നെയും തൻ്റെ കൂടെ പുരോഹിതന്മാരെ കൊണ്ടടക്കുന്നുണ്ട്. അറിയണം, പഠിക്കണം എന്നുള്ള ഒരു ജിജ്ഞാസയുള്ള മനുഷ്യനായിരുന്നു അന്നത്തെ തുബ്ബ രാജാവ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പണ്ഡിതന്മാരിടപെട്ട് പറഞ്ഞതാണ്, യസ്രിബിനെ കീഴ്പ്പെടുത്താൻ രാജാവെ നിങ്ങൾക്ക് സാധിക്കില്ല. ഇതൊരു പ്രവാചകൻ്റെ നിയോഗമുണ്ടായാൽ ആ പ്രവാചകന് പലായനം ചെയ്തു വന്ന് താമസിക്കാനുള്ള സ്ഥലമാണ്. അതുകൊണ്ടൊരിക്കലും നിങ്ങൾക്ക് ഈ നാടിനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന് പറയുമ്പോഴാണ് തുബ്ബ രാജാവ് വിവേകത്തിലേക്ക് മടങ്ങി അദ്ദേഹം വിനയാന്വിതനായി ആ പണ്ഡിതന്മാരോട് ചോദിക്കുന്നത് പ്രവാചകൻ്റെ ആഗമനത്തെക്കുറിച്ച്. അങ്ങനെ ഒരു പ്രവാചകൻ്റെ നിയോഗത്തിന് കാലമെടുത്തു. ആ പ്രവാചകൻ ഉദയം ചെയ്താൽ അദ്ദേഹത്തിന് പലായനം ചെയ്തു വന്ന് താമസിക്കാനുള്ള ഭൂമിയാണ് ഈ യസ്രിബ് എന്ന് പറഞ്ഞ് പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയപ്പോൾ നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ കാണാം, തുബ്ബ രാജാവ് അദ്ദേഹം മദീന വിടുകയാണ്, യസ്രിബ് വിടുകയാണ്. അപ്പം അദ്ദേഹം അവിടെയുള്ള പ്രായം മൂത്ത പണ്ഡിതന്മാർക്ക് എഴുതി കൊടുത്തു എന്നാണ്. എന്താ എഴുതി കൊടുത്തത്? ആ പ്രവാചകൻ എന്ന് ഉദയം ചെയ്തോ, മദീന അണഞ്ഞോ, അന്ന് ആ പ്രവാചകനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്നത് എഴുതി. പിന്നെ അന്ന് ഞാൻ ആ പ്രവാചകനെ മുഖം കാണിക്കാൻ ഈ ഭൂമിക്കുപരിയിലുണ്ട് എങ്കിൽ ആ പ്രവാചകൻ്റെ ഒരു വസീർ സഹായിയായി ഞാൻ വർത്തിക്കുമെന്നുള്ളത് എഴുതി. എന്നിട്ട് അത് സ്വർണം കൊണ്ട് മുദ്ര ചെയ്ത് ആ കത്തേൽപ്പിച്ചു എന്നാണ്. ജൂത പുരോഹിതന്, അവരിൽ മൂത്ത. പിന്നെ ചില ചരിത്രങ്ങളിൽ കാണാം, അബൂ ലൈല എന്ന് പറയുന്ന ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗത്തിനിപ്പുറം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായി നിയോഗിക്കപ്പെട്ടതിനിപ്പുറം യസ്രിബിൽ നിന്ന് മക്കയിലേക്ക് വന്നത് വായിക്കാം. അതിലൊരു കത്തുമായിട്ടാണ് അബൂ ലൈല വരുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അബൂ ലൈലയോട് ചോദിക്കുന്നുണ്ട്, അബൂ ലൈലയല്ലേ കത്തുമായിട്ടാണല്ലേ വന്നത് എന്ന് ചോദിക്കുന്ന ഒരു റിപ്പോർട്ട് വായിക്കാൻ സാധിച്ചു. അപ്പോൾ എന്താണ് അദ്ദേഹം വന്നത് എന്നുള്ളത് വഹിയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറയാണ്. തുബ്ബയിൻ്റെ ഈ കത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദയം ചെയ്തു എന്നറിഞ്ഞപ്പോൾ ആ കത്ത് സൂക്ഷിച്ചിരുന്ന ജൂത പണ്ഡിതന്മാർ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തയച്ച ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിക്കുന്നു. ഈ തുബ്ബ രാജാവ് വളരെ മഹാനായിരുന്നു. അദ്ദേഹം യസ്രിബിൽ കുറച്ചു കാലം കഴിച്ചുകൂട്ടി.
400 ആളുകളെ അദ്ദേഹം മദീനയിൽ പാർപ്പിച്ചു എന്നാണ്. കുറേ അടിമ സ്ത്രീകളെ അവർക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ഒരു തലമുറ അവിടെ വളരാൻ. എന്തിന്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിതനാകുമ്പോൾ ആ പ്രവാചകൻ്റെ ഒരു സഹായികളായി വർത്തിക്കാൻ ഒരു ജനവിഭാഗം മദീനയിൽ ഉണ്ടാകട്ടെ എന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് എന്നൊക്കെ വിശാലമായി നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ അതിൽ വായിക്കുന്നുണ്ട്. തുബ്ബ രാജാവ് കുറേ വീടുകൾ പണിതിട്ടു എന്നാണ്. എന്തിന്? താൻ പണിതിടുന്ന വീടുകളിലാകട്ടെ ആഗതനായ പ്രവാചകൻ്റെ താമസം എന്ന ഒരു നല്ല നീയത്തിൽ. അതിൽ അദ്ദേഹം ആത്മാർത്ഥതയുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു പേര് ചരിത്രം അദ്ദേഹത്തിന് സൂക്ഷിച്ചു. അബു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു താമസിച്ചിരുന്ന വീട് അത് അന്ന് തുബ്ബ രാജാവ് നിർമ്മിച്ച വീടാണ് എന്നുള്ളത് ചരിത്രത്തിൽ കാണാം. അദ്ദേഹത്തിന് ആ ഒരു നല്ല നീയത്തും അള്ളാഹുവിനോടുള്ള ആ ദുആയും പടച്ചതമ്പുരാൻ ഖബൂലാക്കി എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. മാത്രമല്ല, ഈ തുബ്ബ രാജാവ് യസ്രിബിൽ നിന്ന് മടങ്ങി പോകുന്ന സമയം മക്ക വഴിയാണ് പോണത്. യമനിലേക്കാണല്ലോ പോണത്. അപ്പം മദീനയിൽ നിന്ന് മടങ്ങുമ്പോൾ മക്ക വഴിയായിരിക്കും യമനിലേക്ക് പോവുക. അപ്പോൾ ബനു ഹുദൈൽ ഗോത്രം, മക്കയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പാർത്തിരുന്ന ഒരു വിഭാഗമാണ് ഹുദൈലികൾ, ബനു ഹുദൈൽ ഗോത്രം, ഹുദലികൾ. അവർക്ക് മക്കയിൽ ഖുറൈശികളോടും മറ്റൊക്കെ കുറച്ച് വീറും വാശിയായിരുന്നു. അറബികളോട് വലിയ അനുനയമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹുദൈൽ ഗോത്രത്തിൽ നിന്ന് 2 പേർ ഈ തുബ്ബ രാജാവിൻ്റെ അടുക്കൽ വന്നു എന്നാണ്. എന്നിട്ട് തുബ്ബ രാജാവിനോട് പറഞ്ഞു, രാജാവേ, കാലം മുഴുവൻ പണക്കാരനായി ജീവിക്കാൻ നിങ്ങൾക്കൊരു വകുപ്പ് ഞങ്ങൾ പറഞ്ഞുതരാൻ. ആര്? ഈ മക്കയോട് ഓരം പാർത്ത് കഴിയുന്ന ഹുദലികളായ അറബികൾ പറയാണ്, രാജാവേ, നിങ്ങൾക്ക് കാലം മുഴുവൻ പണക്കാരനായിട്ട് ജീവിക്കാൻ ഒരു മാർഗം പറഞ്ഞു തരാൻ. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ്, അറബികളുടെ ഒരു ബൈത്തുണ്ട് ഇവിടെ, കഅബയാണ് ഉദ്ദേശിക്കുന്നത്. ആ ബൈത്തിനടിയിൽ കുറേ കെൻസ്, നിധിയുണ്ട്. കെൻസ് സ്വർണമായി, ആഭരണങ്ങളായി, സ്വർണ്ണക്കട്ടികളായി കുറേ കെൻസ് ഉണ്ട്, നിധിയുണ്ട്. ബൈത്ത് പൊളിച്ചാൽ കെൻസ് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ രാജാവാണ്, കൂടെ സൈന്യമുണ്ട്. ആ ബൈത്ത് അറബികളുടേത് പൊളിച്ചോളൂ, കെൻസ് കിട്ടും എന്നാണ് ഹുദൈലികൾ പറഞ്ഞത്. ഹുദൈലികൾ ഇത് പറഞ്ഞു പോയി. തീരുമാനം, ആ ബൈത്തിലേക്കുള്ള വഴി കാണിക്കാൻ ഞങ്ങൾ റെഡിയാണ്, ബൈത്ത് അറിയിച്ചു തരാൻ ഞങ്ങൾ റെഡിയാണ് എന്നൊക്കെ അവർ പറഞ്ഞിട്ടാണ് അവർ പോയത്. രാജാവവിടെ നിലയുറപ്പിച്ച്. അവിടെയും ജൂത പണ്ഡിതന്മാരിടപെട്ട് അവർ പറഞ്ഞത് അത് അറബികളുടെ ബൈത്തല്ല, ആ ബൈത്ത് മേലായ റബ്ബിൻ്റെ ബൈത്താണ്. അതിനെ കൈവെക്കാൻ ചരിത്രത്തിൽ ഒരു രാജാവും ഒരു പോക്കിരിയും ഒരുമ്പെട്ടിട്ടില്ല, മേലായവൻ അവരെ തകർക്കാതെ നശിപ്പിക്കാതെ. അതുകൊണ്ട് രാജാവെ അപ്പണിക്ക് പോണ്ട എന്നാണ് അന്ന് ജൂത പണ്ഡിതന്മാർ പറഞ്ഞു കൊടുത്തത്. എന്നിട്ട് ഈ ഹുദലികൾ അവർ കള്ളന്മാരാണ്, നിങ്ങളെ പറ്റിക്കാനാണ് ഇത് പറയുന്നത് എന്നതിൻ്റെ തെളിവ്, നാളെ അവർ നിങ്ങളെ മുഖം കാണിക്കാൻ വേണ്ടി വരുമ്പോൾ അവരോട് പറയണം, അറബികളുടെ ആ വീട് പൊളിക്കാനും നിധി പുറത്തെടുക്കാനും ഞാൻ ഒരുക്കാണ്, പക്ഷേ നിങ്ങൾ എൻ്റെ മുന്നിൽ നിൽക്കണം. ആര്? ഹുദലികൾ 2 പേർ എൻ്റെ മുന്നിൽ നിൽക്കണം. നിങ്ങളുടെ നേതൃത്വത്തിൽ നമുക്ക് ആ ഭവനം പൊളിക്കാം, എന്നിട്ട് അതിലെ നിധികളെ പുറത്തെടുക്കാം എന്ന് അവരോട് പറഞ്ഞാൽ മതി, അപ്പം കള്ളി പൊളിയും എന്ന് പറഞ്ഞു. പണ്ഡിതന്മാർ പറഞ്ഞതനുസരിച്ച് തുബ്ബ രാജാവ് വർത്തിച്ചു. അവരോട് പറഞ്ഞ് പിന്നെ വന്നപ്പോൾ, നമുക്ക് ബൈത്ത് പൊളിക്കണം, കെൻസ് പുറത്തെടുക്കണം, പക്ഷേ നിങ്ങൾ മുന്നിൽ നിൽക്കണം. നിങ്ങൾ മുന്നിൽ നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ ഹുദലികൾ അവർക്കറിയാം കഅബത്തിന് നേരെ മോശ പെരുമാറ്റം നടത്തിയിട്ടുണ്ടെങ്കിൽ എന്താണ് അത്തരം ആളുകൾക്ക് ചരിത്രം സമ്മാനിച്ചതെന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ വിസമ്മതം പറഞ്ഞു, ഞങ്ങളില്ല എന്ന് പറഞ്ഞ് അവർ അവരുടെ അനിഷ്ടം പ്രകടിപ്പിച്ചു. അതോടുകൂടി രാജാവ് പറഞ്ഞു, നിങ്ങൾ ചതിയന്മാരാണ്, എന്നെ നാശകർത്തത്തിലേക്ക് തള്ളിയിടാനാണ് നിങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞ് ആ 2 പേരുടെയും തല കൊയ്യുകയുണ്ടായി. ജൂത പണ്ഡിതന്മാർ പറഞ്ഞതനുസരിച്ച് ഈ തുബ്ബ രാജാവ് കഅബയുടെ അടുക്കൽ ചെന്നു. എന്നിട്ട് കഅബയെ ആദരിച്ചു. ആദ്യമായി കഅബയ്ക്ക് കിസ്വ ചാർത്തിയത് ഈ തുബ്ബ ആണ് എന്ന് ചരിത്രത്തിൽ മനസ്സിലായി. കഅബ തകർക്കുന്നതിന് പകരം അതിന് കിസ്വ അണിയിച്ച് അതിനെ ആദരിച്ചാണ് തുബ്ബ രാജാവ് മടങ്ങിയത് ആ യാത്രയിൽ എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് തുബ്ബയിൻ്റെ ചരിത്രമോ അല്ലെങ്കിൽ ചരിത്രത്തിലെ ഇതിൻ്റെ കുറേ വിശേഷണങ്ങളും പ്രത്യേകതകളും നമ്മൾ വായിക്കുന്നുണ്ട്. അതൊക്കെ പരത്തി പറയല. പിന്നെയോ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു പ്രാർത്ഥന, അൻസിൽനി മുൻസലൻ മുബാറക്കൻ വഅൻത ഖൈറുൽ മുൻസിലീൻ, അനുഗ്രഹീതമായ ഒരു താവളത്തിൽ നീ ഒരിടത്ത് നീ എന്നെ ഇറക്കണമേ എന്നുള്ള തിരുനബിയുടെ ആ ഒരു പ്രാർത്ഥന, അതിൻ്റെ ആ ഒരു അനുഗ്രഹം, അതിനാൽ ഉണ്ടായ സൗഭാഗ്യങ്ങൾ നോക്കി നിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ അയ്യൂബുൽ അൻസാരിയുടെ വീട്ടിലിറങ്ങി. ആ വീട് ആരുടെ നിർമ്മിതിയാണ്? ചരിത്രത്തിൽ എന്നോ നിർമ്മിക്കപ്പെട്ട ഒരു വീടാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വന്നിറങ്ങി പാർക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ കാത്തു സംരക്ഷിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. പിന്നെ അബൂ അയ്യൂബുൽ അൻസാരിയുടെ വീട്ടിൽ വന്നിറങ്ങിയ തിരുനബി, അതിന് 2 തട്ടാണ്. അടിയിലെ തട്ടിലാണ് താമസിച്ചത്. അബൂ അയ്യൂബും ഉമ്മു അയ്യൂബും ആ തട്ടിൻ്റെ മുകളിലാണ്. ചരിത്രത്തിൽ കാണാം, അന്തിയാകുമ്പോഴത്തേക്ക് തളികകൾ അബൂ അയ്യൂബുൽ അൻസാരിയുടെ വീട്ടുമരത്ത് എത്തുമെന്നാണ്. തളികകൾ, എന്തിൻ്റെ തളികകൾ? ഭക്ഷണ തളികകൾ. ആരെ കൊണ്ടുവരുന്നത്? മദീനക്കാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള അവരുടെ വകയായിട്ട് ഭക്ഷണം. അബൂ അയ്യൂബുൽ അൻസാരിയും ഉമ്മു അയ്യൂബും അവർ വീട്ടിൻ്റെ മുകളിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ താഴെ. അന്തി മുഴുവൻ അബൂ അയ്യൂബ് ഉറങ്ങിയില്ല എന്നാണ്. റസൂലെ, ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങിയിട്ടില്ല, നിങ്ങൾ താഴെ, ഞങ്ങൾ മുകളിൽ. എങ്ങനെ നിങ്ങളുടെ മുകളിൽ ഞങ്ങൾ താമസിക്കും? അതുകൊണ്ട് നിങ്ങൾ മുകളിൽ കയറണം, ഞങ്ങൾ അടിയിലായിക്കോളാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം അടിയാണ് സുഖകരം. ആളുകൾ വരുമ്പോൾ റസൂലുള്ളാഹിക്ക് സ്വീകരിക്കാനും താഴെയാണ് സൗകര്യം. പക്ഷെ എന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിക്കുന്ന ഒരു ഭവനത്തിൻ്റെ മുകളിൽ കാൽ ചവിട്ടി നിൽക്കാൻ ഒരു ഉറപ്പില്ലാത്ത വിധം അബൂ അയ്യൂബുൽ അൻസാരി പ്രയാസപ്പെടുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസം മുകളിലത്തേക്ക് മാറ്റുന്നത്. ഒരു ദിവസം ഉമ്മു അയ്യൂബ് പറയുന്നത് ചരിത്രത്തിൽ കാണാം, ഒരു ദിവസം ഒരു പാത്രം അത് പൊട്ടി അതിലെ വെള്ളം ചിന്തി. ഇന്നത്തത് പോലെയല്ല ഇന്നത്തേത് എന്ന് പറഞ്ഞാൽ എത്രമാത്രം ശരിയാവുമെന്നറിയില്ല. അന്ന് വെള്ളം ചിന്തിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? വെള്ളം മൂർന്നിറങ്ങും. കാരണം ഈ രീതിയിലുള്ള വാർക്കയൊന്നുമല്ല അന്ന്. ഈത്തപ്പന പട്ട വെച്ച് അതിൻ്റെ കാണ്ടം വിരിച്ച് അതിൽ ചളിയും വൈക്കോലും ചേർത്ത് അത് പതിപ്പിച്ച തട്ടാണ്. അപ്പം അതിൽ വെള്ളം വീണിട്ടുണ്ടെങ്കിൽ വെള്ളം താഴെ കുറ്റുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇന്ന് കമ്പിയും സിമെൻറ്റും ഒക്കെ ഇട്ടിട്ട് വാർത്തിട്ട് തന്നെ മഴ ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്ത് പെയ്യണിയിലേറെ ഉള്ളിലേക്ക് പെയ്യും. പെരൻ്റെ അകത്ത് കുടയൂടിയിരിക്കേണ്ട ഗതിയാണ് പലപ്പോഴും. അത് കൃത്രിമത്വം അതിനാലുണ്ടാകുന്നതാണ്. അന്നത്തെ അങ്ങനെയല്ല, അന്നത്തേത് സ്വാഭാവികമാണ്. ഏതായാലും ഒരിക്കൽ വെള്ളം ചെന്തി പാത്രം പൊട്ടിയിട്ട് അബൂ അയ്യൂബുൽ അൻസാരിയും ഉമ്മു അയ്യൂബും അവർ വിരിക്കുന്ന ഒരു തുണിയുണ്ട്. ആ തുണി കൊണ്ട് ഈ വെള്ളം മുഴുവൻ ഒപ്പിയെടുത്തു എന്നാണ്. ഇന്നത്തെ മാതിരി നാഴികക്ക് 400 വട്ടം എടുത്തത് മാറ്റാനുള്ള സൗകര്യം അന്നില്ലല്ലോ. വസ്ത്രം തുലാം കുറവല്ലേ. പക്ഷെ എന്നാലും തിരുനബിയുടെ മേലിലേക്കൊരു വെള്ളം മുറ്റരുത് എന്ന് വിചാരിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഈ തുണി കൊണ്ട് ആ വെള്ളം മുഴുവൻ ഒപ്പിയെടുത്തു എന്നാണ്. അപ്പം ഞാൻ അറിയിക്കുന്നത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ ഒരു സ്വീകരണം, മദീനക്കാരുടെ ആ ഹൃദയ വിശാലത, വിശിഷ്യ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്തി ഉറങ്ങാൻ ഹിജ്റക്കപ്പുറം തിരഞ്ഞെടുത്ത അബൂ അയ്യൂബുൽ അൻസാരിയുടെ വീട്ടിലുണ്ടായ ആ ഒരു ഹൃദ്യമായ സ്വീകരണം, അത് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. അതിൻ്റെ കുറേ ഉദാഹരണങ്ങൾ. ഈ അബൂ അയ്യൂബുൽ അൻസാരി ബനൂ നജ്ജാർ ഗോത്രക്കാരനാണ്. ബനൂ നജ്ജാർ ഗോത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ അടുക്കലേക്ക് വരുമ്പോൾ അവിടുത്തെ പെൺകുട്ടികൾ തിരുനബിയെ സ്വീകരിച്ചു പാടിയത് യാ ഹബ്ബദാ മുഹമ്മദും മിൻ ജാരി നഹ്നു ബനാതും മിൻ ബനീ നജ്ജാരി എന്നാണ്. യാ ഹബ്ബദാ മുഹമ്മദും മിൻ ജാരി, മുഹമ്മദ് ഞങ്ങളുടെ അയൽപ്പക്കത്ത് വന്നിറങ്ങിയിരിക്കുന്നു. എന്തൊരു ആഹ്ലാദം, എന്തൊരു സന്തോഷം. നഹ്നു ബനാതും മിൻ ബനീ നജ്ജാരി, ഞങ്ങൾ ബനൂ നജ്ജാറിലെ പെൺകൊടികളാണ് എന്ന് പറഞ്ഞാണ് അവരെന്ത് ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെൺകുട്ടികളോട് ഹിജ്റക്കപ്പുറം എങ്ങനത്തെ ഹിജ്റയാണ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ആ ഹിജ്റയുടെ ഭാരിച്ച ചിന്തകളും ഭാരിച്ച കാൽവെപ്പുകളും അതുള്ളതോടൊപ്പം നബി അവരോട് ചോദിക്കുകയാണ്, ആ തുഹ്ബിബിനനി, പെൺകുട്ടികളെ നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടോ? അപ്പോൾ പെൺകുട്ടികൾ പറയണം വല്ലാഹി നുഹിബ്ബുക്, ഞങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷ അവരുടെ മുമ്പിൽ തുറന്നു വെച്ചിട്ട് പറയുകയാണ്, അള്ളാഹുവാണ് ഞാനും നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുടുംബങ്ങളിലേക്ക് കയറിയത്. ഞാൻ പറഞ്ഞു വരുന്നത്,
അനുഗ്രഹീത സ്ഥാനം അരുളുവാൻ, അനുഗ്രഹീത സ്ഥാനത്ത് അവരോധിക്കുന്ന ഇറക്കുന്ന മേലായ സുബ്ഹാനഹു വ തആലയോടുള്ള തേട്ടവും വിളിയാണ് നമ്മളിവിടെ ഈ ചരിത്രങ്ങളിൽ വായിക്കുന്നത്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിളി നമ്മൾ മനസ്സിലാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഹിജറക്കൊടുവിൽ വിളിച്ചിരുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കുന്നു. അതിനാൽ അരുളപ്പെട്ട അനുഗ്രഹങ്ങളെ നമ്മൾ വായിക്കുന്നു. ഈ ചരിത്രങ്ങളൊക്കെ നമ്മളോട് ഓതുന്നത് എന്താ? നമ്മളോട് പറയുന്നത് എന്താ? നമ്മളും അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ, അരുൾപ്പാടുകൾ ഏൽക്കാൻ കൊള്ളാൻ വിനയാനിതരാകണം എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു അൽ ബറക്കത്തു മിനല്ലാഹ്, ബറക്കത്ത് അള്ളാഹുവിൽ നിന്നാണ്. അള്ളാഹുമായി ബന്ധപ്പെട്ടത് അതിനൊക്കെ ബർക്കത്തുണ്ട്. അള്ളാഹു ബർക്കത്ത് നൽകിയതിൽ ബർക്കത്തുണ്ട്. അള്ളാഹു ബർക്കത്ത് നൽകിയിട്ടുണ്ട് എങ്കിൽ അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്, അള്ളാഹുവിൽ നിന്നുള്ള ഖൈറാണ്, അള്ളാഹുവിൽ നിന്നുള്ള നന്മയാണ്. അതിൻ്റെ ഒരു ലാഞ്ചന്യമുണ്ടായാൽ തന്നെ എല്ലാം ധന്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ മേലായവൻ്റെ അനുഗ്രഹങ്ങളെ നേടാൻ, ഔദാര്യം നേടാൻ നമ്മൾ യോഗ്യരും, അതിന് നമ്മൾ ഭാഗ്യവാന്മാരുമാകണം. അതിന് നമ്മൾ മനസ്സ് വെക്കണം. എങ്ങനെ മനസ്സ് വെക്കണം? അള്ളാഹ്ക്ക് വഴിപ്പെട്ടും അള്ളാഹിനെ വിളിച്ചും തേടിയും. കണ്ടോ, ഇവിടെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം, നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരൊക്കെയാണ് തേടുന്നത് അൻസിൽനി മുൻസലൻ മുബാറക്കൻ, അനുഗ്രഹീതമായ ഒരു സ്ഥാനം തരാൻ വേണ്ടിയിട്ട്. പ്രവാചക പൂങ്കന്മാർ, അനുഗ്രഹീതർ അങ്ങനെ തേടിയിട്ടുണ്ട് എങ്കിൽ നമ്മൾ എത്രമേൽ തേടണം? ഈ ഒരു പാഠം പഠിക്കാനാണ് ഞാൻ ഈ ഒരു ചരിത്രങ്ങൾ രണ്ടും ഇവിടെ അനുസ്മരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്ത് നമ്മൾ വായിക്കണില്ലേ, വബാരിക് ലി ഫീമാ അഅതൈത്, വബാരിക് ലി, അള്ളാഹുവേ നീ ബർക്കത്ത് അരുളണമേ എനിക്ക്, ഫീമാ അഅതൈത്, നീ എനിക്ക് നൽകിയതിൽ. അള്ളാഹു നമുക്ക് നൽകിയത് എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയത് എന്തൊക്കെ ഉണ്ട് അതിലൊക്കെ ബർക്കത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ നമ്മൾ ഖുനൂത്തിൽ വായിക്കുകയാണ്, വബാരിക് ലി ഫീമാ അഅതൈത്. മക്കളിൽ, സമ്പത്തിൽ, വിജ്ഞാനത്തിൽ, അതേപോലെ നമ്മളുടെ ആയുസ്സിൽ, ഇതിലൊക്കെ അള്ളാഹുവിൽ നിന്ന് ബർക്കത്തിന് തേടിയിട്ടുണ്ട് എങ്കിൽ അള്ളാഹു അത് നമുക്ക് ഏറ്റിത്തരും. ഏറ്റി തന്നതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉപകാരമേകും. ചിലർക്കൊക്കെ സമ്പത്തിൽ ഒരു ബർക്കത്ത് അരുളപ്പെടാത്ത ഒരു ദുരവസ്ഥ, ചിലർക്ക് സന്തതികളിൽ ബർക്കത്ത് അരുളപ്പെടാത്ത ഒരു ദുരവസ്ഥ. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. ചിലർക്ക് അറിവുണ്ട്. പണ്ടൊരു കാക്ക പറഞ്ഞില്ലോരിയാണ്, കഴുതക്ക് രോമണ്ടായിട്ട് എന്താ ബാർബർക്ക് കാര്യമെന്ന്, മനസ്സിലെ? ആ രീതിയിലാണ് ചിലർക്ക് മക്കളും സന്തതികളും സമ്പത്തും അതേപോലെ വിജ്ഞാനവും ആയുസ്സുമൊക്കെയും ഒരു ഉപകാരമില്ലാത്ത സ്ഥിതിവിശേഷം. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. സന്തതികളിൽ നമുക്ക് കൺകുളിർമയും ബർക്കത്തും ഉണ്ടാകാൻ, സമ്പത്ത് അതേറെയാണെങ്കിലും കുറച്ചാണെങ്കിലും ഉള്ളതിൽ നമുക്ക് ഉപകാരവും ഫലവും ഉണ്ടാകാൻ, വിജ്ഞാനം അത് ഉള്ളത് അതുകൊണ്ട് അമലെടുക്കാൻ, അതുകൊണ്ട് മേലായവനെ പ്രീതിപ്പെടുത്താൻ നമുക്കൊരു ഉദവിയും തുറവിയും ഉണ്ടാകാൻ, അതേപോലെ നമുക്ക് നൽകപ്പെട്ട ആയുസ് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. അതിനി കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും, ചിലർ കുറച്ചുകാലം ജീവിച്ചാൽ മതി, കൂടുതൽ ജീവിച്ച മേനിയാണ്. ചിലർ കൂടുതൽ ജീവിച്ചിട്ടുണ്ടെങ്കിലും ഒരു കാര്യമല്ല, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. കാരണം എന്താ? പടച്ചോനിൽ നിന്നുള്ളൊരു ബർക്കത്തില്ല. ചിലരുടെ രാവുകൾ, പകലുകൾ, പ്രഭാത പ്രദോഷങ്ങളെല്ലാം ധന്യമാണ്, അനുഗ്രഹീതമാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അരുൾപ്പാടും കാരുണ്യവും. അപ്പം എന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തതുപോലെ, വബാരിക് ലി ഫീമാ അഅതൈത്, അള്ളാഹുവേ നീ എനിക്ക് ഏകിയതിൽ നീ എനിക്ക് ബർക്കത്ത് ചൊരിയണമേ എന്ന് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണം. പ്രവാചക പുങ്കവന്മാരുടെ ദുആകളെ നമ്മളിവിടെ മനസ്സിലാക്കുമ്പോൾ നമ്മളൊക്കെ എത്രമേൽ ദുആക്ക് വേണ്ടിയിട്ട് വിനയാനിതരാവണം. ഇതാണ് അവിടെ നമുക്ക് പഠിക്കാനുള്ള ഒരു പ്രധാന പാഠം. രണ്ടാമത്തേത്, ഇപ്പോൾ ഒരിടത്ത് ചെന്നിറങ്ങുമ്പോൾ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് കപ്പലിൽ വെച്ച് ദുആ ചെയ്തു, അല്ലെങ്കിൽ കപ്പലിൽ കയറുമ്പോൾ ദുആ ചെയ്തു.
റബ്ബി അൻസിൽനി മുൻസലൻ മുബാറക്കൻ, ബർക്കത്താക്കപ്പെട്ട ഒരു സ്ഥാനത്ത്, താവളത്തിൽ നീ എന്നെ ഇറക്കണേ. അതിൻ്റെ ഫലമാണ് നമ്മൾ ചരിത്രത്തിൽ ചിലത് ഉദ്ധരിച്ചത്, ഇവിടെ വായിച്ചത്. ചരിത്രത്തിൽ വായിക്കുമ്പോൾ കാണാം, ഒരു പ്രാവിനെ നിയോഗിച്ചു എല്ലായിടം കണ്ടുവരാൻ. കാരണം ഒന്നായിട്ട് പ്രളയമായിരുന്നല്ലോ, അടുപ്പിന്ന് വരെ വെള്ളം പൊട്ടി ഒഴുകി എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരെ പറയണ്ട. മഴ നന്നായി തുള്ളിക്കൊരുകുടം എന്നതിലേറെ പെയ്തിറങ്ങി, ഭൂമിയിൽ നിന്ന് വെള്ളം നന്നായി നിർഗളിച്ചു, പ്രളയം എമ്പാടും എല്ലായിടത്തും. അതായിരുന്നല്ലോ കാഴ്ച. പിന്നെ ജൂതി പർവ്വതത്തിൽ കപ്പൽ നങ്കൂരമിട്ടതിൽ പിന്നെ വാനത്തോട് മഴ നിർത്താനും ഭൂമിയോട് വെള്ളം വിഴുങ്ങാനും അള്ളാഹു കൽപ്പിച്ചു. അങ്ങനെ വഹീദൽമാ, വെള്ളം പറ്റി. ഈ സമയം പ്രാവിനെ നിയോഗിച്ചാണ് രംഗം വീക്ഷിക്കാൻ പറഞ്ഞത് എന്നാണ്. പ്രാവ് തിരിച്ചു പാറിയപ്പോൾ ജെയ്ത്തൂൻ്റെ ഒരു കൊമ്പ് അത് കടിച്ച് തിരിച്ചു പാറി എന്നാണ് ചരിത്രത്തിൽ വായിക്കണം. ഈമാൻ കാര്യമൊന്നുമല്ല, നമ്മളത് വിശ്വസിക്കാൻ ബാധ്യസ്ഥരല്ല. പക്ഷെ ചരിത്രം പറയുമ്പോൾ ഇങ്ങനെ കാണാം. അതുകൊണ്ടാണ് സമാധാനത്തിൻ്റെ ചിഹ്നമായി അത് ആ പ്രാവിൻ്റെ തിരിച്ചു പാറലിൽ എല്ലായിടത്തും സമാധാനമാണ്, എല്ലായിടത്തും ഇറങ്ങിപ്പാർക്കാൻ മാത്രം മണ്ണ് യോഗ്യമാണെന്ന് അത് അറിയിച്ചുകൊണ്ടാണ് അത് തിരിച്ചു പാറിയത് എന്നാണ്. പിന്നീട് ചരിത്രം അതിൻ്റെ കഥയോതുമ്പോഴാണ് ഇപ്പോൾ സമാധാനത്തിൻ്റെ ചിഹ്നമായിട്ടൊരു പ്രാവ് ഒരു ജെയ്ത്തൂൻ അല്ലേ കമ്പ് കടിച്ച് പാറിനൊരു ചിത്രം കാണിക്കുക. അതെന്തായാലും ഇങ്ങനെ ചരിത്രത്തെ നമുക്ക് വായിക്കാൻ സാധിക്കും. ഏതായാലും ഇവിടെ വിഷയം ഒരിടത്ത് ചെന്നിറങ്ങിയപ്പോൾ ദുആ ചെയ്തത്. അപ്പം നമുക്ക് വാഹനത്തിൽ കയറുമ്പോഴുള്ള ദുആ ഉണ്ട്. സുബ്ഹാനല്ലദി സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന് തുടങ്ങുന്നത്. വാഹനത്തിൽ കയറുമ്പോൾ ബിസ്മില്ല ചൊല്ലി അൽഹംദുലില്ലാഹ് 3 പ്രാവശ്യമൊക്കെ ചൊല്ലിയതിന് ശേഷം പിന്നെയുള്ള ഈ ദുആ. ഒരിടത്ത് ചെന്നിറങ്ങിയിട്ടുണ്ടെങ്കിലോ, ഇപ്പം നമ്മൾ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആയാണ് ഇവിടെ നമ്മൾ കേൾക്കുന്നത്, ചെന്നിറങ്ങുമ്പോഴുള്ള ആ ദുആ. ഇത് ദുആഉൻ നുസൂലായിട്ട് ചില പണ്ഡിതന്മാർ എണ്ണിയിട്ടുണ്ട്. റബ്ബി അൻസിൽനി മുൻസലൻ മുബാറക്കൻ എന്ന് തുടങ്ങുന്ന ദുആ ഇമാം അബു അബ്ദുറഹ്മാൻ അൽ ഔസാഇയെ പോലുള്ളതായ പണ്ഡിതന്മാർ ഈ ദുആ എണ്ണിയിട്ടുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ട വേറെ കുറേ പ്രാർത്ഥന ഉണ്ട്. ഇപ്പോൾ ഇത് പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും പ്രാർത്ഥിച്ച് വിചാരിച്ചിട്ടൊരു ബിദഅത്തൊന്നുമല്ല. പക്ഷേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് മൻ നസല മൻസിലൻ, ഒരാൾ ഒരിടത്ത് ചെന്നിറങ്ങി, അപ്പോൾ അവൻ അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്ന് ദുആ ചെയ്താൽ ആ സ്ഥലത്ത് നിന്ന് അവൻ തിരിച്ചു പോകുന്നത് വരെ അവനൊന്നും ഉപദ്രവം ഏൽക്കൂല എന്നുള്ളതാണ്. അപ്പോൾ ഒരിടത്ത് ചെന്നിറങ്ങുമ്പോൾ നമ്മൾ ദുആ മനസ്സോട് കൂടിയിട്ടാണ് അവിടെ ചെന്നിറങ്ങേണ്ടത്. അള്ളാഹുവിനോട് കാവലിനോടും രക്ഷക്കും തേടിക്കൊണ്ടായിരിക്കണം അവിടെ ഇറങ്ങേണ്ടത്. അങ്ങനെ തേടുമ്പോൾ ഒരു ദുആ പഠിപ്പിക്കപ്പെട്ടത് പ്രത്യേകം നമ്മളിവിടെ വായിക്കുകയാണ്. ചരിത്രത്തിൽ ഒരു സംഭവം അബൂ ഹുറൈറയിൽ നിന്ന് സഹിഹായി ഉദ്ധരിക്കപ്പെടുന്നത്. അദ്ദേഹം പറയാണ്, ഒരു വ്യക്തിയെ രാത്രി ഒരു തേള് കടിച്ച്, രാത്രി മുഴുവൻ അയാൾക്ക് ഉറങ്ങാൻ പറ്റിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിവരം പറഞ്ഞ്, ഇന്ന വ്യക്തിക്ക് രാത്രി തേള് കടിയേറ്റ് അയാൾ രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അമാ ഇന്നഹു ലൗ ഖാല ഹീന അംസ, ആ വ്യക്തി വൈകുന്നേരമായപ്പോൾ ഇങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ, എങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ മാ ദറഹു ലദു അഖ്റബിൻ ഹത്താ യുസ്ബിഹ്, നേരം പുലരുവോളം ഒരു തേളിൻ്റെ കടി അത് അയാൾക്ക് വിനയായി ഉപദ്രവമായി ഭവിക്കില്ലായിരുന്നു എന്ന് മനസ്സിലായി. അപ്പം നമ്മൾ വൈകുന്നേരം ചെല്ലുന്ന ദിക്റുകളുടെ കൂട്ടത്തിൽ ഒരു ദിക്റാണിത്, അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി ഉപദ്രവം ഏറ്റ ഒരു വ്യക്തിയോട് ആ വ്യക്തിയുടെ വിഷയത്തിൽ എല്ലാവരെയും കേൾപ്പിക്കുകയാണ്. വൈകുന്നേരം ആകുമ്പോൾ അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്ന് അയാൾ ചൊല്ലിയിരുന്നുവെങ്കിൽ, പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ അയാൾക്ക് ആ കടി വിനയായി ഉപദ്രവമായി ഭവിക്കില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. പറഞ്ഞു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് ഒരിടത്ത് ചെന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ദുആ മനസ്സോട് കൂടിയായിരിക്കണം ഇറങ്ങേണ്ടത്. ദുആ ഇരക്കേണ്ടത് എന്താ? അതാണ് അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ്. അള്ളാഹുവിൻ്റെ സമ്പൂർണ്ണ വചനങ്ങൾ
അതിൽ ഞാൻ രക്ഷ തേടുകയാണ്, അഭയം തേടുകയാണ്. മിൻ ശർരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ചതിലെ കെടുതികളിൽ നിന്ന്, ഉപദ്രവങ്ങളിൽ നിന്ന്. അള്ളാഹു സൃഷ്ടിച്ചതിൽ വിനയായി, കെടുതിയായി, ഉപദ്രവമായി എന്തുണ്ടോ അതിൽ നിന്ന് ഞാൻ അള്ളാഹുവിൻ്റെ സമ്പൂർണ്ണ വചനങ്ങളിൽ അഭയം തേടുകയാണ് എന്നാണ് ആ ദുആ അർത്ഥമാക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ്, അത് രക്ഷയാണെന്ന് പറഞ്ഞ്, ഉപദ്രവമേറ്റൊരു വ്യക്തി ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ വിനയാകില്ലായിരുന്നു എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പ്രവാചകന്മാരുടെയൊക്കെ ചരിത്രം കേൾക്കുമ്പോൾ അവർ ഒരിടം ചെന്നിറങ്ങാൻ സമയമെടുക്കുമ്പോൾ ഒരു പ്രാർത്ഥനാ മനസ്സോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ചെന്നിറങ്ങി എന്നുള്ളത് നമ്മൾ വായിക്കുമ്പോൾ ആ പ്രവാചകന്മാരുടെ അനുയായികളാണ് നമ്മളും ഇത്തരം പ്രാർത്ഥനകളെ, ദുആവുകളെ ആശ്രയിച്ച് അവലംബിച്ച് അള്ളാഹുവിനോട് ദുആ ഇരക്കുകയും പ്രാർത്ഥിക്കുകയുമാണ് വേണ്ടത് എന്ന ഒരു പാഠം അതുകൂടി ഈ ഒരു വിഷയം നമ്മളെ ഉണർത്തുന്നു, നമ്മളെ പഠിപ്പിക്കുന്നു. നിത്യജീവിതത്തിൽ ദിക്റുകൾ, ദുആവുകൾ, അതിനുള്ള പ്രാധാന്യം, അതിനുള്ള സ്ഥാനം ശരിക്കും നമ്മൾ മനസ്സിൽ കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പലവിധ അപകടങ്ങളും കെടുതികളും വായിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ, ഇപ്പം നമ്മുടെ നാട്ടിൽ നോക്കിയ ഈ ഇടയുണ്ടായ ചില പരീക്ഷണങ്ങൾ, ചില നാടുകളിൽ ഉണ്ടായ കെടുതികൾ, രോഗങ്ങൾ, അതിനാലുണ്ടായ കുറേ പ്രയാസങ്ങൾ, നമ്മൾ എങ്ങനെയാണ് അത്തരം വിഷയങ്ങളോട് പ്രതികരിക്കേണ്ടത്? വിഷയങ്ങൾ ഉണ്ടായാലില്ലെങ്കിലും മുസീബത്തുകൾ വന്നിറങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സ്വീകരിക്കേണ്ടതായ സുരക്ഷാ മാർഗങ്ങൾ അതെന്തിലാണ്? അള്ളാഹുവിനോടുള്ള ദുആയിലാണ്, അള്ളാഹുവിനോടുള്ള അഭയത്തേട്ടങ്ങളിലാണ്. ആ അഭയത്തേട്ടങ്ങൾ രാവിലെ ചൊല്ലാനുള്ളത്, വൈകുന്നേരം ചൊല്ലാനുള്ളത്, ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലാനുള്ളത്, ഒരിടത്തേക്ക് പോകുമ്പോൾ ചൊല്ലാനുള്ളത്, അവിടെ ചെന്നിറങ്ങിയാൽ ചൊല്ലാനുള്ളത് ഒക്കെയും പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ വിശ്വാസികൾ. പക്ഷേ വിശ്വാസികളായ പലരും ഇത്തരം തേട്ടങ്ങളിൽ നിന്ന് വിരക്തരാണ്. ചിലരോ ഇത്തരം മഹനീയമായ പ്രാർത്ഥനകളും തേട്ടങ്ങളും ഉണ്ടായിരിക്കെ അതൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് രക്ഷക്കായി, മോക്ഷത്തിനായി, സുരക്ഷക്കായി ക്ഷുദ്രമായ പലതും അത് ഏറ്റുകൊണ്ട് നടക്കുകയാണ്. അത് നൂലായി, ഏലസായി, ഉറുക്കായി, ഐക്കല്ലായി, അങ്ങനെ പലതും ഏറ്റ് നടക്കുകയാണ്. അതോ അതിലൊന്നും സുരക്ഷിതത്വം പറയപ്പെട്ടിട്ടില്ല. അത് ശരീരത്തിലുണ്ടായാൽ രക്ഷയുണ്ടാകും എന്നല്ല പറഞ്ഞത്, പിന്നെയോ നാശമുണ്ടാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫൈൻ മിത്സ് വഹിയ അലൈക് മാ അഫ്ലഹ്ത അബദ എന്നാണ്. അത് മേത്തുണ്ടായിരിക്കുക, നീ മരിച്ചാൽ ഒരിക്കലും രക്ഷപ്പെടൂല എന്നാണ് പറഞ്ഞത്. ലാ തസീദുക ഇല്ലാ വഹ്ന എന്നാണ് പറഞ്ഞത്. തളർച്ചയും ക്ഷീണവും അല്ലാതെ മറ്റൊന്നും ഏലസ് കൊണ്ടുവരൂല്ല എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആളുകൾക്ക് അതിലാണ് കമ്പം, താല്പര്യം. രക്ഷ പറഞ്ഞതും ഫലം കണ്ടതും ചരിത്രം വായിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൽ ആളുകൾ ആശ്രിതരാകുന്നില്ല എന്നുള്ളതാണ് സങ്കടം. മേലായവൻ എല്ലാവർക്കും എല്ലാവിധ നന്മകളിലേക്കും ഉദവിയും തുറവിയും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഈ ഒരു സദസ്സിനെ ഉപരിലോകത്ത് കബൂലാക്കുമാറാവട്ടെ. ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട നല്ല ഒരു സദസ്സിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായി ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തുണയേകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചനമരുളുന്ന ഭാഗ്യവാന്മാരിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ സ്വർഗം നൽകി അള്ളാഹു നമ്മളെല്ലാം ആദരിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിലും മക്കളിലും ഇരുലോകത്തും നമുക്ക് അള്ളാഹു കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മളിലൂടെ കൺകുളിർമയേറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കളെ ആദരിക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയ്യത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ തെറ്റുകുറ്റങ്ങളും നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വീഴ്ചകളെ നികത്തുമാറാവട്ടെ. എല്ലാ നന്മകളിലേക്കും അള്ളാഹു നമുക്ക് ഉദവി ഏറ്റുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.